ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഇത് ഞാൻ ഒരു സൈഡ് വെട്ടിയിട്ട് അത് തല തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം എടുത്ത് ഇതുപോലെ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഇത് ഇറക്കി വെക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഒരു കഷ്ണത്തിലേക്ക് നമ്മൾ അത് കയറ്റി വെക്കുക. അപ്പോൾ അത് നന്നായി നിന്നോളും. ഇനി ആ കഷ്ണത്തിനെ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. ഇത് നന്നായി ഒട്ടിച്ചാൽ നന്നായി നിന്നോളും. ഇനി നമ്മൾ അതേപോലെ കുറച്ച് വേറൊരു കാർഡ്ബോർഡിന്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് മടക്കിയിട്ട് ഇതിന്റെ ഒരു വശം ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റേ വശവും വെക്കേണ്ടതാണ്. ഇപ്പോ നമ്മൾ നമ്മളുടെ ക്യാൻഡി വരാനുള്ള ഹോൾ ഉണ്ടാക്കുകയാണ്. കറക്റ്റ് സൈസിൽ മുറിച്ചിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ളതാവുമ്പോഴാണ് നമുക്ക് ക്യാൻഡിയൊക്കെ വരുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വരുള്ളൂ. ഇനി ഇത് മുറിക്കുകയാണ്. അപ്പോൾ ഇത് മുറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ട് ഈ രണ്ടെണ്ണത്തിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കാർഡ് ഇടുമ്പോൾ ഇതിന്റെ മുകളിലാവും ക്യാൻഡി ഇരിക്കുക. അപ്പോൾ നമ്മൾ കാർഡ് ഉള്ളിലേക്ക് ഇടുമ്പോൾ ക്യാൻഡി ഇതിന്റെ ആ കാർഡ് തട്ടിയിട്ട് പുറത്തേക്ക് വീഴും. എന്നിട്ട് നമ്മളൊരു റാമ്പ് പോലെ വെച്ചതിന്റെ മുകളിൽ കൂടെ അടിയിലേക്ക് പോകും. ഇത് നമുക്ക് നന്നായി ഒട്ടിക്കാം. ഇനി നമ്മൾ നമ്മളുടെ കാർഡ് ഉണ്ടാകാനുള്ള ഹോള് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ആ മാർക്കിംഗ് കറക്റ്റാക്കി എടുക്കാം. ഇനി നമുക്കിത് മുറിക്കാം. അപ്പൊ ഇത് മുറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഹോൾ ഈ വെച്ച കഷ്ണത്തിന്റെ തൊട്ട് മുകളിലാണ്. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം എടുത്തിട്ട് ഇത് മൂടാം. ഈ കഷ്ണത്തിന്റെ മുകളിൽ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കണം. ആ കട്ടിലൂടെയാണ് നമ്മൾ നമ്മളുടെ ക്യാൻഡി ഇടാനുള്ള ബോക്സ് ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഒരു വശം സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ഇത് പശ വെച്ച് ഒട്ടിച്ച് കളയരുത്, സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കണം. ഇത് നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ തകരാറ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ തുറക്കാൻ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചാലാവും അത് എളുപ്പം. അപ്പൊ നമ്മള് നന്നായി ഒട്ടിക്കണം. അപ്പൊ ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്ന വിധം ഒട്ടിച്ചെടുക്കണം. ഇത് നന്നായി ഒട്ടിക്കണം. ചിലപ്പോഴൊക്കെ ഇത് ഒട്ടിച്ചത് പോരും. അപ്പോൾ നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കണം.
ഇനി നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്ന ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണവും പിന്നെ ഒരു ചെറിയ കഷ്ണവും എടുക്കുക. ആ വലിയ കഷ്ണം 3 സൈഡാക്കി മടക്കുക. ഇനി ചെറിയ കഷ്ണമാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് വലിപ്പം കുറഞ്ഞതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാൻഡി നല്ല സ്മൂത്ത് ആയിട്ട് അതിലൂടെ പോകാനാണ്. അപ്പോൾ നന്നായി ഇൻസുലേഷൻ ടാപ്പ് ചോട്ടിക്കാം. നിങ്ങൾക്ക് സെല്ലോ ടാപ്പ് ചോട്ടിക്കാം. ഞാൻ കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ടാപ്പ് എടുത്തിരിക്കുന്നത്. രണ്ട് വശവും നല്ല വൃത്തിയിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇത് നന്നായി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നമ്മളുടെ ബോക്സിലേക്ക് ഇറക്കി ഒട്ടിക്കാം, ക്യാൻഡി വെൻഡിങ് മെഷീനിലേക്ക്. ഇത് ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളുടെ ഇത് തുറക്കണം. ഇനി ഇത് നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. ഇത് നന്നായി സൂക്ഷിച്ച് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് പോരും ഒട്ടിച്ചത്. ഇത് നിങ്ങൾക്ക് കാണാം, നല്ല വൃത്തിയിൽ ഒട്ടിക്കണം. ഇത് നിങ്ങൾക്ക് ക്വിക്ക് ഫ്ലെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കുന്നതാവും ഏറ്റവും നല്ലത്. ഗ്ലൂ ഗൺ വെച്ച് നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാം. നമുക്കിത് നന്നായി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്യാൻഡി ഡിസ്പെൻസിങ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. ബൈ.